ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, സിഐടിയു സിന്ദാബാദ്, സിഐടിയു സിന്ദാബാദ്, വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ നിശാമാട്ടിൽ ഓർഡർ എടുക്കാൻ വന്ന സിദ്ദിഖിനെ അകാരണമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന് സാരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ പല്ല് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കർശനമായിട്ട് തൊഴിലാളികൾക്ക് നേരെ വരുന്ന ഈ ആക്രമണങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് വരികയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഫ്ലാറ്റഡ് റെസ്റ്റോറന്റിൽ നടന്ന സംഭവം പലരും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനു മുമ്പും പലതരത്തിലുള്ള ആക്രമണങ്ങൾ റെസ്റ്റോറന്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വിഗ്ഗിയുടെ തന്നെ ഹബ്ബായിട്ടുള്ള സ്വിഗ്ഗിയുമായിട്ട് ഈ റൈഡർമാർക്ക് ബന്ധമായിട്ടുള്ള ഈ ഹബ്ബിലെ ജീവനക്കാർ ഒരു തൊഴിലാളിയെ അകാരണമായിട്ട് മർദ്ദിക്കുകയും അദ്ദേഹം അവശ നിലയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളൊരു നിയമമാണ് തൊഴിലാളികളുടെ സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയും പരാജയപ്പെടുത്താനോ അല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രതിഷേധം കൃത്യമായിട്ട് സ്വിഗ്ഗി മാനേജ്മെന്റിനെ അറിയിക്കുകയും ഇതുപോലുള്ള പ്രവൃത്തികളിൽ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഇടപെട്ട് ശക്തമായിട്ട് നിയമ നടപടികളും പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എല്ലാവരും കഴിയുന്നത് സമീപനം പാലിക്കുക. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ തൊഴിലെടുക്കുന്ന മേഖല തികച്ചും അപകടകരമായിട്ടുള്ളൊരു മേഖലയാണ്. ഈ കൊടും ചൂട് സഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഓരോരുത്തരും നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി തൊഴിലെടുക്കുന്നത്. ആ തൊഴിലെടുക്കുന്ന സമയത്ത് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് ബോധ്യമുള്ളതാണ്. മാത്രമല്ല, കയ്യാങ്കളി ഒരിക്കലും യൂണിയൻ അംഗീകരിക്കുന്നതല്ല. കയ്യാങ്കളിക്കെതിരെ CIT ശക്തമായി തന്നെ നേരിടും. അതിന് കായികമായിട്ടാണെങ്കിൽ പോലും തിരിച്ചും കായികമായി തന്നെയാണ്, ശക്തിയായിട്ട് തന്നെയാണ് CIT നേരിടാൻ ഉദ്ദേശിക്കുന്നത്. മാന്യമായ രീതിയിൽ തൊഴിലാളികളോട് സമീപനം പുലർത്തുകയും അവർക്ക് മാന്യമായ വേതനങ്ങൾ നൽകുകയും വേണമെന്നുള്ള കാര്യങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമയുടെ അങ്ങേയറ്റം വരെ യൂണിയൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കയ്യാങ്കളിയാണെങ്കിൽ ആ തരത്തിൽ ചിലപ്പോൾ യൂണിയൻ ഇടപെടേണ്ടി വരും. ഇത്തരം കയ്യാങ്കളി വേറാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ തുടരുകയോ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തുകയോ തൊഴിലാളികളെ അങ്ങനെ നിങ്ങളുടെ ജോലിപ്പണിയിൽ നിർത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിങ്ങൾക്ക് കഴിയാത്ത ഒന്ന് തന്നെയായിരിക്കും. അത് യൂണിയൻ ശക്തമായി നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ഈ CITയുവിന്റെ ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയന്റെ അംഗമായി ഒത്തൊരുമിച്ച് സഹകരിച്ച് നിൽക്കുകയും ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി തന്നെ നേരിടുകയും ചെയ്യുന്നുള്ള കാര്യം ഈ ഒരു സ്ഥാപനത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ CITയുവിന്റെ ഒരു സഖാവെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുന്നു. സലാം. ഇവിടെ വർഗസ്നേഹം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാതിപ്പെടേണ്ടത് പരാതിപ്പെടാൻ നമ്മളൊരു പ്രതിഷേധം അറിയിക്കാനാണോ കൂടി പരാതിപ്പെടേണ്ടത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ കേസെടുക്കും. ആ പരാതിയിൽ കേസെടുക്കും. അവൻ്റെ പല്ല് പോയ സ്ഥിതിക്ക് കേസ് ഉറപ്പായിട്ട് ദേഹം മുറിഞ്ഞ സ്ഥിതിക്ക് കേസ് ഉറപ്പായിട്ടെടുക്കും. നമ്മൾ അതിൻ്റെ മേലെ പ്രതിഷേധം വേണം. സഖാക്കളെ, നമ്മുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മേൽ ആക്രമണം നടത്തുക എന്നുള്ളത് സ്ഥിരം പതിവായി വന്നിരിക്കുകയാണ്. നമ്മൾ മാന്യമായിട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഈ സമൂഹത്തിൽ അന്തസ്സുള്ളൊരു പണി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ആ നമ്മുടെ ജോലിക്ക് വില മതിക്കാത്ത
ഒരു കമ്പനിയെ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുള്ള ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ എന്ത് വില കൊടുത്തും നമ്മൾ എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ അടികൊണ്ട മർദ്ദനമേറ്റ ആ തൊഴിലാളി ഒരു പ്രകോപനമില്ലാതെയാണ് ഇവിടുത്തെ തൊഴിലാളികളല്ല, ഇവിടുത്തെ ഗുണ്ടകളാണ് ആ തൊഴിലാളി ആക്രമിച്ചത്. ഇവിടെ പണിയെടുക്കുന്ന വെറും ഗുണ്ടകളാണ്, ഇവരൊന്നും തൊഴിലാളികളല്ല. പ്രതിഷേധിക്കാൻ വന്ന ബൗൺസേഴ്സിനെ നിർത്തുക, അത് പ്രതികരിക്കാൻ വന്ന ഗുണ്ടകളെ വിട്ട് തല്ലിക്കുക, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്ന തൊഴിലാളികൾ. തൊഴിലാളി വർഗത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഗുണ്ടകളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇതുപോലുള്ള പ്രവണതകൾ നമ്മൾ വച്ചു ഉറപ്പിക്കുന്നതല്ല. തൊഴിലാളി മേലെ ഇനി ആരെങ്കിലും കൈവക്കിയാൽ പ്രതിഷേധത്തിന്റെ രീതി മാറും, അത് യാതൊരു സംശയവും വേണ്ട. കൊണ്ടത് വാങ്ങിക്കൊണ്ട് പോകുന്ന സ്വഭാവം CITUവിന് ഇല്ല. കൊണ്ടാൽ 10 ഇരട്ടി തിരിച്ചു കൊടുത്തിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധ യോഗം അത് തികച്ചും സമാധാനപരമായി യാതൊരു അക്രമാസക്തവും ഉണ്ടാക്കാത്ത രീതിയിൽ പ്രതിഷേധം കഴിഞ്ഞാൽ എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും തന്നെ യൂണിയൻ മുഖാന്തരം നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. ഒരു കാരണവശാലും അക്രമാസക്തരാകരുത്, സമാധാനമായിട്ട് പിരിഞ്ഞു പോകുക. വാക്കുകൾ ഇനി നമ്മളെ തല്ലി നമ്മൾ തിരിച്ചു വരും. അടി